മമ്മൂക്കയെ ഒരു മെഗാസ്റ്റാർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിലെ നടനെ കൂടുതൽ കാണാനാണ് ഇന്ത്യയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. തന്നിലെ നടനെ എന്നൊക്കെ സംവിധായകർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹം ഇന്ത്യൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. മമ്മൂക്ക കേവലം ഒരു മലയാള സിനിമാ നടൻ എന്നതിനപ്പുറം വളർന്ന് ഉയരങ്ങൾ കീഴടക്കിയ നടനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കായി പുറത്തുള്ള പ്രേക്ഷകർ പോലും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഈയടുത്തിറങ്ങിയ സിനിമകളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. മമ്മൂക്കയിലെ സ്റ്റാറിനെയല്ല മറിച്ച് നടനെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം തന്നിലെ നടനെ ചലഞ്ച് ചെയ്യുന്ന വ്യത്യസ്തമായ കഥാപാത്ര പരീക്ഷണങ്ങൾ നടത്താൻ മമ്മൂട്ടിയെ പ്രേരിപ്പിക്കുന്നത്. 2010 മുതൽ 2020 വരെയുള്ള സിനിമാ കാലം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാലമായിരുന്നില്ല. ഹിറ്റുകൾ വളരെ കുറവ് മാത്രമായിരുന്നു ഇക്കാലയളവിൽ മമ്മൂട്ടിക്കുണ്ടായിരുന്നത്. ഒരുപാട് ഡിസാസ്റ്റർ മൂവീസും ഇക്കാലത്ത് മമ്മൂക്കയുടേതായി പുറത്തിറങ്ങി. സ്റ്റാർഡത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മൂവീസ് ഉണ്ടായത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാൽ കൊറോണ കാലത്തിന് ശേഷം തന്നിലെ നടനെ കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളിലേക്ക് മമ്മൂക്ക തിരിച്ചു വന്നപ്പോൾ ബോക്സ് ഓഫീസ് വിജയവും കൂടെ വരുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി മാറുന്നുണ്ട് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള ഭ്രമയുഗം. കൊടുമൺ പൊയ്റ്റിയായി വിസ്മയിപ്പിക്കുകയാണ് മമ്മൂട്ടി. എല്ലായിടത്തു നിന്നുമുള്ള ക്രിട്ടിക്സും മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത്. പുഴു, റോഷാക്ക്, നൻപകൽ എന്നിവയിലൂടെ തുടങ്ങിവെച്ച ആ മാറ്റത്തിൻ്റെ ട്രാക്കിലൂടെ മമ്മൂക്ക ഇനിയും സഞ്ചരിച്ചാൽ ഇത്തരത്തിലുള്ള ഗംഭീര പെർഫോമൻസുകൾ ഈ മനുഷ്യനിൽ നിന്ന് നമുക്ക് ഇനിയും കാണാൻ പറ്റും. ഒരുപാട് സിനിമകൾക്കുമപ്പുറം ഈ 72-ാം വയസ്സിലും ഞങ്ങളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. ഇന്ത്യാവിൻ മാപ്പെരും നടികർ.